എന്തൊക്കെയാണ് ഉള്ളത് മോളെ സമജ്ന? ഓക്കെ ഓക്കെ, അപ്പോ ഇതിൽ എന്താണ് കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മളോട് എന്ത് പറയാണ്? ലെറ്റ് us റിവൈസ് അല്ലെ. ലെറ്റ് us റിവൈസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ എന്താണ്? ഒന്ന് റിവൈസ് ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലെ. നമ്മള് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ച പോർഷൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് മുൻപേ പഠിച്ചതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, ലെറ്റ് us റിവൈസ്. ലിസൺ. സർക്കിൾ ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യുക എന്നാണ് പറയുന്നത്. സർക്കിൾ ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ജിയോണ? ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ് മോളെ ജിയോണ തെരേസ്? അറിയാമോ മോളെ? ബുക്കില്ല. ബുക്ക് കിട്ടിയിട്ടില്ല അല്ലേ? കുറച്ചു പേർക്ക് എന്താണ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പോർഷൻ തന്നെ അതാണ്, ലെറ്റ് us റിവൈസ്. അതില് ഓഡ് വൺ ഔട്ട് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ് മോനെ? കാശിനാഥ്. കാശിനാഥ് അൺമ്യൂട്ട് ചെയ്യും മോനെ. ഫ്ലവർ. ഫ്ലവർ. ഓക്കെ 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 ഓക്കെ. ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാല്? ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഈ ഫ്ലവർ നീ പറയാൻ കാരണം എന്നാ? ഒരേപോലെയല്ലോ. ഓക്കെ, അതില് എന്താണ്? ഒറ്റയായതിനെ കണ്ടുപിടിക്കുക എന്നാണ് ഓഡ് വൺ ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റപ്പെട്ടതിനെ കണ്ടുപിടിക്കുക അല്ലെ. അതായത് ഓഡ് വൺ, ഒറ്റപ്പെട്ടത്, അതിനെ കണ്ടുപിടിക്കുക. അപ്പൊ അവിടെ എന്തുണ്ട്? കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റത്തെ റോയിൽ എന്തുണ്ട്? ഒരു ഓൾ ഉണ്ട്, ഒരു റാറ്റ് അല്ലെങ്കിൽ മൗസ് ഉണ്ട് അവിടെ, ഫ്ലവറും ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഓഡ് വൺ ഏതാണ് എന്നാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ഓൾ ഉണ്ട്, ഒരു മൗസ് റാറ്റ് ഉണ്ട്, ഒരു ഫ്ലവർ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? ഓൾ ആണോ, റാറ്റ് ആണോ, പിന്നെ ഫ്ലവർ ആണോ? ഫ്ലവർ. ഓക്കെ, ഫ്ലവർ. അതില് ഒറ്റപ്പെട്ടത് ഏതാണ്? ഫ്ലവർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പെൻസിൽ എടുക്കുക, എന്നിട്ട് ഒന്ന് സർക്കിൾ ചെയ്യുക. സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്കിൾ, റൗണ്ട്, വൃത്തം അല്ലെ. അപ്പോ ആ ഫ്ലവറിനെ ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളാക്കുക. ഓക്കെ, അതാണ് ഒറ്റപ്പെട്ടത് അല്ലെ. എല്ലാവരും ചെയ്തോ? സർക്കിൾ വരച്ചിട്ട് ഫ്ലവറിനെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളാക്കുക. ചെയ്തോ? ധ്യാൻ പി, വൈ ആർ യു ഓഫ് യുവർ വീഡിയോ മോനെ? ധ്യാൻ പ്ലീസ് ഓൺ ചെയ്യൂ മോനെ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? അവിടെ ഓൾ ഉണ്ട്, റാറ്റ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്. അപ്പൊ അതിൽ ഒറ്റപ്പെട്ടത് ഫ്ലവർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആ ഫ്ലവറിനെ റൗണ്ട് ചെയ്തോ എല്ലാവരും? തെറ്റിക്കാതെ പെൻസിൽ വെച്ചിട്ട് വൃത്തികേടാക്കാതെ നല്ല നീറ്റ് ആയിട്ട് ഒന്ന് റൗണ്ട് ചെയ്യാം. സമജ്ന റൗണ്ട് ചെയ്തോ മോളെ? ഓക്കെ ഓക്കെ, എല്ലാവരും ചെയ്യണേ. എല്ലാവരും നന്നായിട്ട് റൗണ്ട് ചെയ്യാ. സർഗ ചെയ്തില്ലേ മോളെ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് അതിനെ റൗണ്ട് ചെയ്യാം. മഹദിയ ചെയ്തോ മോളെ? മഹദിയ ലിസൺ. ഓക്കെ,
റൗണ്ട് ചെയ്തോ? ഫിനിഷ് ചെയ്തോ? യെസ് ഓർ നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? ആ ഫ്ലവറിനെ നന്നായിട്ട് റൗണ്ട് ചെയ്തു. അപ്പൊ അതിലെ ഒറ്റപ്പെട്ടത് ഏതാണ്? ഫ്ലവർ ആണ് അല്ലെ? അപ്പൊ അതിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ റൗണ്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് അവിടെ എന്തുണ്ട്? ക്യാരറ്റ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്യാരറ്റ് ഓർ റാഡിഷ് അല്ലെ? അവിടെ എന്താണ്? ഒരു ക്യാരറ്റിന്റെ പിക്ചർ ഉണ്ട്. ദെൻ അതിനടുത്ത് എന്തുണ്ട്? മാംഗോ ആൻഡ് ആപ്പിൾ. മാംഗോ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അതിൽ ഏതാണ് ഓഡ് വൺ? അതിൽ ഏതാണ് ഒറ്റപ്പെട്ടത് എന്നാണ് നമ്മള് ഫൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ അതിലേതാണ് മോളെ മഹദിയ ഒറ്റപ്പെട്ടത്? അതിൽ ഓഡ് വൺ ഏതാണ് മഹദിയ? അൺമ്യൂട്ട് ചെയ്യും മോളെ. ഓക്കെ ഓക്കെ ഗുഡ്. മറ്റേത് രണ്ടും എന്താണ്? ആപ്പിളും മാംഗോയും എന്താണ്? മാംഗോ ആപ്പിൾ ക്യാരറ്റ്. അതില് ക്യാരറ്റ് ആണ് ഒറ്റപ്പെട്ടത്. എന്തുകൊണ്ടാണ് ക്യാരറ്റ്? ക്യാരറ്റ് എന്താണ്? വെജിറ്റബിൾ ആണ്. മറ്റേത് രണ്ടും ഫ്രൂട്ട്സ് ആണ് അല്ലെ? ആപ്പിളും മാംഗോയും എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ക്യാരറ്റ് വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഏതിനാണ് റൗണ്ട് ചെയ്യേണ്ടത്? ക്യാരറ്റിന് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ക്യാരറ്റ് ആണ് അതില് ഓഡ് വൺ. അപ്പോ നല്ല നീറ്റ് ആയിട്ട് ഒരു സർക്കിള് ക്യാരറ്റിന് വരച്ചു കൊടുക്കുക. ചെയ്തോ മോനെ കാശിനാഥ്? Are you finished? Okay. Okay. Listen. അപ്പൊ നമ്മള് ആദ്യത്തെ റോയില് എന്തൊക്കെയുണ്ട്? ഓൾ ഉണ്ട്, മൗസ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്. അതിൽ നമ്മള് ഫ്ലവറിന് റൗണ്ട് ചെയ്ത് കൊടുത്തു. ദെൻ എന്തൊക്കെയുണ്ട്? ക്യാരറ്റ്, മാംഗോ ആൻഡ് ആപ്പിൾ. ഈ 3 പിക്ചേഴ്സും ഉണ്ട്. അതില് എന്താണ്? ക്യാരറ്റിന് റൗണ്ട് ചെയ്തു. ബിക്കോസ് carrot is a vegetable and apple and mango are fruits. Okay. അപ്പൊ അത് ചെയ്തു. Then third one നോക്കുക. third one എന്താണ്? ഒരു ഡക്ക് ഉണ്ട് അവിടെ അല്ലെ? ഒരു ഡക്ക് ഉണ്ട്, ഒരു മങ്കി ഉണ്ട്, then ഒരു ഫിഷിന്റെ പിക്ചറും ഉണ്ട്. എ ഡക്ക് or duckling and monkey and a fish അല്ലെ? അവര് 3 പേരുമാണ് താഴത്തെ പിക്ചറിൽ ഉള്ളത്. അതിൽ ഏതാണ് ഓഡ് വൺ മോളെ? ഏഞ്ചൽ. അൺമ്യൂട്ട് ചെയ്യൂ ഏഞ്ചൽ. ഏഞ്ചൽ അൺമ്യൂട്ട് ചെയ്യൂ മോളെ ഏഞ്ചൽ. ഓക്കെ. അതിൽ ഏതാണ് ഒറ്റപ്പെട്ടത് മോളെ? ഡക്ക്, മങ്കി ആൻഡ് ഫിഷ്. വിച്ച് വൺ ഓഡ് വൺ? Okay. Duck, monkey and fish. അതിൽ ഏതാണ് ഓഡ് വൺ മോളെ? Monkey. Why? Okay. Monkey is right because എന്തുകൊണ്ടാണ്? Water അല്ലേ? They are lives in water and monkey on the trees അല്ലേ? or land. Monkey എന്താണ്? കരയിലാണ് ഉണ്ടാവുക, മരത്തിന്റെ മുകളിലൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ ഡക്കിനും ഫിഷിനും എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിൽ ജീവിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് മങ്കി ആണ് ഓഡ് വൺ. അപ്പൊ മങ്കീനെ എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്തോ? എല്ലാവരും നന്നായിട്ട് റൗണ്ട് ചെയ്യാം. ഓക്കെ ഏഞ്ചൽ. ഓക്കെ. അപ്പൊ എല്ലാവരും മങ്കീനെ റൗണ്ട് ചെയ്യാം. അപ്പോ നോക്കുക, നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമിസ്റ്ററിൽ എന്താണ് ലാസ്റ്റ് പോർഷൻ നമുക്ക് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അല്ലെ? വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികള്, കരയിൽ ജീവിക്കുന്നവര്, അങ്ങനെ കുറെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അത് നമ്മളൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുള്ളത്.
അപ്പൊ എന്തുണ്ട്? ഫസ്റ്റ് എന്തുണ്ട്? ഓൾ, മൗസ് ആൻഡ് ഫ്ലവർ. അതിന് നമ്മള് ഫ്ലവർ ആണ് റൗണ്ട് ചെയ്തത്. ബിക്കോസ് ഫ്ലവർ ആണ് അതില് ഒറ്റപ്പെട്ടത്. സെക്കൻഡ് വൺ ക്യാരറ്റ്, മാംഗോ ആൻഡ് ആപ്പിൾ. അതില് ഓഡ് വൺ ക്യാരറ്റ് ആണ്. ബിക്കോസ് ക്യാരറ്റ് ഇസ് എ വെജിറ്റബിൾ ആൻഡ് അതേഴ്സ് ആർ fruits. And third one duck, monkey and fish. അതില് monkey ആണ് odd one because duck and fish are lives on water. Okay. Then അത് മൂന്നും ചെയ്തില്ലേ? അതായത് ഫ്ലവറിനും ക്യാരറ്റിനും മങ്കിക്കും എല്ലാവരും റൗണ്ട് ചെയ്തില്ലേ? Yes or no? Okay. Okay. അപ്പോ അത് കഴിഞ്ഞു. ഇനി നമ്മള് നെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെ എന്തുണ്ട്? കളർ ദ ഡേയ്സ് ഓൺ വിച്ച് യു ഡു നോട്ട് ഗോ ടു സ്കൂൾ. എന്താണ്? കളർ ദ ഡേയ്സ് ഓൺ വിച്ച് യു ഡു നോട്ട് ഗോ ടു സ്കൂൾ. നമ്മള് സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഓക്കെ. ഓക്കെ നൈജൽ, എന്താണത്? മാംഗോ ആണോ ഓറഞ്ച് ആണോ എന്താണ്? എന്താണ് മോനെ? ഓറഞ്ച് ആണല്ലേ? ഓക്കെ, ഓറഞ്ച് ഫ്രൂട്ട് ആണല്ലേ ഓറഞ്ച്. ഓക്കെ, മൂന്നെണ്ണവും റൗണ്ട്. ആൻഡ് ഫ്ലവർ, ക്യാരറ്റ്, മങ്കി മൂന്നും റൗണ്ട് ചെയ്തില്ലേ? ഓക്കെ. ഓക്കെ, ഇനി അതിന്റെ തൊട്ട് താഴെ കണ്ടോ? കളർ ദ ഡേയ്സ് ഓൺ വിച്ച് യു ഡു നോട്ട് ഗോ ടു സ്കൂൾ അല്ലേ? എന്താണിത്? നമ്മള് കളർ ചെയ്താ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളെ എന്ത് ചെയ്യണം? കളർ ചെയ്യണമെന്നാണ് അല്ലേ? അപ്പൊ ഇപ്പൊ എന്താണ്? നമ്മൾ ഒരു ദിവസവും സ്കൂളിൽ പോകാറില്ല എന്ന് കരുതി എല്ലാ ദിവസവും കളർ ചെയ്യരുത്. എന്താണ്? സാധാരണയായിട്ട് നമുക്ക് ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങളെ കളർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? സൺഡേ ആണ് അല്ലേ? സൺഡേ ആൻഡ് സ്കൂളിൽ വരുന്ന ദിവസമാണെങ്കിൽ സാറ്റർഡേയും അല്ലേ? സാധാരണ നമുക്ക് ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ അല്ലേ? നമ്മുടെ സാധാരണ ക്ലാസ് ആണെങ്കിൽ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാം? സാറ്റർഡേയും സൺഡേയും കളർ ചെയ്യാം. കളർ ഇപ്പൊ ഉണ്ടെങ്കിലും ഇപ്പൊ ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്ലാസ് കഴിഞ്ഞ ശേഷം ചെയ്യാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞ ശേഷം ചെയ്താൽ മതി. ഇപ്പൊ വേണമെങ്കിൽ പെൻസിൽ കൊണ്ടോ മറ്റോ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളാണ് അയോൺ നമ്മൾ സ്കൂളിൽ പോകാത്ത 2 ദിവസങ്ങളില്? ഏതൊക്കെയാണ് ഈ ദിവസങ്ങളില്? Sunday, Saturday. Okay, how many days are in a week? 7. 7. Which are they? Sunday, Monday. Sunday, Monday, only Tuesday, Wednesday, Friday. Thursday, Friday. Okay. ഒന്നുകൂടെ പറയൂ മോനെ. Sunday, Monday, Tuesday, Wednesday, Saturday, Thursday, Friday, Saturday. Study well, കേട്ടോ. നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കണം കേട്ടോ. രണ്ടു മൂന്ന് തവണ പറഞ്ഞു നോക്കിയാൽ മതി, അപ്പൊ കിട്ടും. ഓക്കെ. Then ഏതൊക്കെയാണ് Godwin? How many days are in a week? Godwin? 7. Which are they? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Very good. Okay. ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ സ്കൂളിൽ പോകാത്തത് ദേവപ്രിയ? Devapriya, what are you doing there? Sunday, Saturday. Saturday and Sunday. അല്ലേ? എത്ര ദിവസങ്ങളുണ്ട് ഒരാഴ്ചയില്? How many days? വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോളെ how many days in a week?
അൺമ്യൂട്ട് ചെയ്യും മോളെ. How many days? 7. Which are they? Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. Okay, very good. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് നമുക്ക് സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. നമ്മള് സ്കൂളിൽ പോകാത്ത ദിവസങ്ങളാണ് കളർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതായത് സ്കൂൾ ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങള് സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് അല്ലെ? സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് സ്കൂൾ ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങൾ. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാവരും സാറ്റർഡേ ആൻഡ് സൺഡേ കളർ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഓർഡർ തെറ്റാതെ നന്നായിട്ട് പറയാൻ വേണ്ടി പഠിക്കണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞില്ലേ? ഇനിയും അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്താണ്? മോശമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് പഠിക്കാതിരിക്കാൻ പാടില്ല അല്ലെ? അന്ന് മിസ് ക്ലാസ് എടുത്തപ്പോ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആരും വായിച്ചു നോക്കുകയോ പറഞ്ഞു നോക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നിങ്ങൾ ആദ്യം EVSന്റെ നോട്ടില് ബോഡി പാർട്സ് ആദ്യം തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് how many days in a week എന്നുള്ളതിന് എന്താണ് എഴുതേണ്ടത്? ഈ സൺഡേ മൺഡേ അത് എല്ലാവരും അല്ലേ, ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. ഓക്കെ. അതില് നിങ്ങൾ നോട്ട്ബുക്കില് സ്പെല്ലിംഗ് നോക്കിയിട്ട് തെറ്റിക്കാതെ എഴുതിയെടുക്കുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഹോളിഡേയ്സ് ഏതൊക്കെയാണ്, സാറ്റർഡേയും സൺഡേയും നോട്ട്ബുക്കില് കളറും ചെയ്യുക. ഓക്കെ. ഇതുപോലെ എഴുതാം. ഇതുപോലെ എന്താണ് ക്ലൗഡ്സ് വരച്ചിട്ട് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ സാറ്റർഡേ വരെ എഴുതി വെക്കുക. എന്നിട്ട് അതില് സാറ്റർഡേ ആൻഡ് സൺഡേ കളർ ചെയ്യാം. അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം, എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? സ്പെല്ലിങ്ങും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു അല്ലെ? പിന്നെയും നമ്മൾ ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കുറേശ്ശായിട്ട് നോക്കണം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കുറേശ്ശെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. ഓക്കെ. മിസ്സിനിപ്പോ എഴുതി തന്നു വിടാൻ വേണ്ടി പറ്റില്ല അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും മറക്കാതെ ചെയ്യണം. ബോഡി പാർട്സ് ഒക്കെ നോട്ടിൽ എഴുതി വെച്ചത് നോക്കുക. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കുറേശ്ശെയായിട്ട് പറഞ്ഞ് പഠിക്കുക. ഓക്കെ. പാരന്റ് ചെയ്യാത്തവരെന്ത് ചെയ്യുക? ടെക്സ്റ്റിൽ കളർ ചെയ്യുക. അത് കഴിഞ്ഞ് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇതേപോലെ ക്ലൗഡ്സ് വരച്ചിട്ട് തന്നെ എഴുതുക. എന്നിട്ട് അതിന് കളർ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ക്ലൗഡ്സോ ഫ്ലവേഴ്സോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ വരക്കാം. ഇതുപോലെ ക്ലൗഡ്സ് വരച്ചിട്ട് എഴുതുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എഴുതാം. ഇല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ വരച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് സാറ്റർഡേയും സൺഡേയും കളർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? അതും ഒരു ആക്ടിവിറ്റി ആണ്. കളർ ദ ക്ലൗഡ്സ് ദാറ്റ് ഹാവ് ദ നെയിംസ് ഓഫ് യുവർ ബോഡി പാർട്സ് അല്ലേ? അപ്പോ എന്ത് ചെയ്യാം? കളർ ദ ക്ലൗഡ്സ്. ആ ക്ലൗഡ്സിന് കളർ ചെയ്യാം. എന്താണ് എന്നിട്ട് ചെയ്യേണ്ടത്? ആ ക്ലൗഡ്സില് ഏതിലൊക്കെയാണ് നിങ്ങളുടെ ബോഡി പാർട്സ് എഴുതിയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ കളറ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ അതിൽ കുറെ നെയിംസ് ഉണ്ട് അല്ലേ? ബാസ്കറ്റ്, stomach, neck, fingers, back, head, drum and knee. These are the names. അല്ലെ? അവിടെ കുറെ പേരുകളുണ്ട്. ഇതൊക്കെയാണ് ആ പേരുകൾ. ബാസ്കറ്റ് ഉണ്ട്, സ്റ്റൊമക്, നെക്ക്, ഫിംഗേഴ്സ്, ബാക്ക്, ഹെഡ്, ഡ്രം, നീ അല്ലെ? അപ്പൊ അതില് നമ്മുടെ ബോഡി പാർട്സ് എഴുതിയിട്ടുള്ള ക്ലൗഡ്സ് ഏതൊക്കെയാണ് എന്നാണ്. അതിൽ ഏതിലൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് ഉള്ളത്? അവേദ്യ അൺമ്യൂട്ട് ചെയ്യും മോളെ. അവേദ്യ പെട്ടെന്ന് ചെയ്യും മോളെ. അവേദ്യ. ഓക്കെ. അതിൽ ഏതൊക്കെയാണ് മോളെ നമ്മുടെ ബോഡി പാർട്സ് ഉള്ളത്? ഏതൊക്കെ ബോഡി പാർട്സ് ആണ് അതിൽ എഴുതിയിട്ടുള്ളത്? Stomach. Okay. Head.
fingers, ഓക്കെ. അപ്പൊ അതിലെന്തുണ്ട്? സ്റ്റൊമക്, നെക്ക്, ഫിംഗേഴ്സ്, ഹെഡ്, നീ അല്ലേ? 3 and 2 5 എന്താണ്? 5 ക്ലൗഡ്സിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? നമ്മുടെ ബോഡി പാർട്സിന്റെ പേരുകളാണ് അല്ലെ? സ്റ്റൊമക്, നെക്ക്, ഫിംഗേഴ്സ്, ഹെഡ് ആൻഡ് നീ. ദീസ് ആർ ഓൾ ബോഡി പാർട്സ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും ക്ലൗഡ്സ് നിങ്ങൾ കളർ ചെയ്യണം അല്ലേ? ഇത്രയും ക്ലൗഡ്സിനെ കളർ ചെയ്യാം. അതായത് സ്റ്റൊമക്, നെക്ക്, ഫിംഗേഴ്സ്, ഹെഡ് ആൻഡ് നീ. ഈ 5 ക്ലൗഡ്സിനും നിങ്ങൾ കളർ ചെയ്യണം. ഇന്ന് ടെക്സ്റ്റ് ബുക്കിൽ കളർ ചെയ്ത് വെക്കുക. നോട്ട്ബുക്കിലേക്ക് ഏതൊക്കെയാണ് എഴുതേണ്ടത്? അപ്പുറത്തുള്ള എന്താണ് ഡേയ്സ് ഇൻ എ വീക്ക് എഴുതുക നോട്ട്ബുക്കിലേക്ക്. അതിൽ സാറ്റർഡേ സൺഡേസിനും കളർ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും 5 വെജിറ്റബിൾസ് അതിന്റെ പേരും കൂടെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഏതെങ്കിലും 5 എണ്ണം എഴുതുക. ഇത് എഴുതാൻ പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾ അതിന്റെ കൂടെ സ്പെല്ലിങ്ങും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം? എല്ലാവരും ഡേയ്സ് ഇൻ എ വീക്ക് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ എഴുതുക. സാറ്റർഡേ സൺഡേ കളർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഏതെങ്കിലും 5 വെജിറ്റബിൾസ് ആൻഡ് 5 ഫ്രൂട്ട്സിന്റെ പേര് ടെക്സ്റ്റ് ബുക്കിൽ നോട്ട്ബുക്കിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ നമ്മളിപ്പോ പറഞ്ഞ ആക്ടിവിറ്റി അല്ലേ? അതായത് നമ്മുടെ ബോഡി പാർട്സ് ഉള്ള ക്ലൗഡ്സിനെ കളർ ചെയ്ത് വെക്കുക ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ക്ലിയർ? Clear? Is it clear? Okay. Okay. അപ്പോ നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോവാണ്. അപ്പൊ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് 1:45 നമുക്ക് വീണ്ടും ക്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 1:45 ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ എന്ത് ചെയ്യാം? അപ്പോഴേക്കും മാക്സിമം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? ഈ ക്ലൗഡ്സിനൊക്കെ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ബോഡി പാർട്സ് എഴുതിയിട്ടുള്ള ക്ലൗഡ്സ് ഉണ്ടല്ലോ, അതിലൊന്ന് കളർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ജിയോണ എന്താണ് മോളെ? വാട്ട് ഹാപ്പൻഡ് ഹിയർ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? ഇല്ല.